ശ്രീ പെരുംതൃക്കോവിൽ ക്ഷേത്രം. പെരുംതൃക്കോവിൽ മഹാദേവ ക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രത്തിൻ്റെ പേര്. ഈ കുലുക്കല്ലൂരിൻ്റെ സകല ഐശ്വര്യങ്ങളുമുള്ള ഒരു ക്ഷേത്രമായിരുന്നു ഇത്. ഈ ക്ഷേത്രം 10 മനക്കാരുടെ കീഴിലാണ് ദേവസ്വം സംഘടിപ്പിച്ചുള്ളത്. 10 മനക്കാരും ഈ 10 ദേശത്തിലുള്ള ആൾക്കാരാണ്. ഈ ക്ഷേത്രം ഇന്നും ഭരിക്കുന്നത് ഈ 10 മനക്കാരാണ്, ഊരാളന്മാരാണ്. അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ പഴക്കത്തിനെ കുറിച്ച് ഞങ്ങൾ ജ്യോത്സ്യം വെച്ച സമയത്ത് ജ്യോത്സ്യർ പറഞ്ഞത് ഈ സുമാർ 700 കൊല്ലത്തോളം പഴക്കമുണ്ടെന്നാണ് പറഞ്ഞത്. പാലക്കാട് ജില്ലയിലെ പ്രസിദ്ധമായ ക്ഷേത്രമാണ് പെരുംതൃക്കോവിൽ ക്ഷേത്രം. ആശ്രിത വത്സലനായ മഹാദേവനും കൂടാതെ വിഷ്ണുവും കൃഷ്ണനും പാർത്ഥസാരഥിയും ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠകളിൽ ഉണ്ട്. ഇത് ഒരു ദിവസം കൊണ്ട് ഉണ്ടായ ക്ഷേത്രമെന്നും പൂർവീകർ പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരു ദിവസം രാത്രിക്ക് ശിവൻ്റെ ഭൂതഗണങ്ങൾ വന്നിട്ട് ഈ മതിൽ പണിതു, അതുപോലെ ക്ഷേത്രം പണിതു. അന്ന് ആ ക്ഷേത്രത്തിൻ്റെ ആ അലങ്കാരങ്ങളാണ് ഇന്നും ക്ഷേത്രത്തിൻ്റെ മുഖണ്ഡത്തിലുള്ളത്. ഇന്നും ക്ഷേത്രത്തിൻ്റെ മുഖണ്ഡത്തിൽ നോക്കിയാൽ പഴയ ആചാരങ്ങളും പഴയ കൽത്തൂണുകളൊക്കെ ഉണ്ട്. അന്ന് അത്രയും പഴക്കമുള്ളൊരു ക്ഷേത്രമാണിത്. ഈ ക്ഷേത്രത്തിലെ ഏത് സമയത്തും ഈ മഹാദേവനെ ഭജിച്ചുള്ളവർക്ക് മഹാസമ്പത്തും മഹാ ഐശ്വര്യവും മഹാരോഗവും. ശിവന്റെ ഭൂതഗണങ്ങൾ ഒരു ദിവസം കൊണ്ടുണ്ടാക്കിയ മതിൽക്കെട്ട് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ്. ഇവിടെ നിത്യേന ഓരോ മരാമത്തുകളും ഉണ്ടായ സമയത്തും ഈ ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് ധാരാളം പേര് സമ്പത്ത് ധാരാളം ഉപയോഗിച്ച് തന്നിരുന്നു. ഇന്നും അതെ. ഈ ക്ഷേത്രത്തിൽ ഐശ്വര്യം ഉണ്ടാവാനുള്ള ഒരു കാരണം ഈ ക്ഷേത്രത്തിലെ ആചാരങ്ങളും ആചാര സിദ്ധാന്തങ്ങളും അതുപോലെ അനുഷ്ഠിക്കുന്ന ആചാരത്തിന് 100% ഇതിലെ സത്യസന്ധതയാണ് ഈ ക്ഷേത്രത്തിലെ എല്ലാ ഐശ്വര്യങ്ങൾക്കും കാരണം. അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിലുള്ള എല്ലാ ഭക്തജനങ്ങൾക്കും ഓരോരോ ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ഇവിടുത്തെ മഹാദേവൻ ആ ബുദ്ധിമുട്ടുകളെല്ലാം തരണം ചെയ്തിട്ട് നിരവധി അനുഭവങ്ങൾ ഈ ക്ഷേത്രത്തിനുണ്ട്. സന്താന ഭാഗ്യത്തിന് പുരുഷ സൂക്തം, കലഹ നിവൃത്തിക്ക് ഐക്യമത്യ സൂക്തം തുടങ്ങിയവ ഇവിടുത്തെ പ്രധാന വഴിപാടുകളാണ്. കൂടാതെ 1008 കുടം ധാര, മൃത്യുഞ്ജയ ഹോമം, കറുകഹോമം, പഞ്ചസാര പായസം തുടങ്ങിയവയും ക്ഷേത്രത്തിൽ വഴിപാടുകളായി നടത്തിവരുന്നു. ഇദ്ദേഹം വടക്കങ്കര എനിക്കൊരു മോഹനൻ നമ്പൂതിരിപ്പാടെന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഈ പെരുംതൃക്കോവിൽ മഹാദേവ ക്ഷേത്രത്തിലെ ഇന്നുള്ള സകല ഐശ്വര്യത്തിനും കാരണം ഇദ്ദേഹമാണ്. തത്വമില്ല. അതുപോലെ തന്നെ മഹാദേവന് മൃത്യുഞ്ജയ ഹോമം മഹാത്ഭുതങ്ങളിൽ ഒന്നാണ്. 1008 കുടം ധാര, അതുപോലെ പാർത്ഥസാരഥിക്ക് വെണ്ണപൊരിച്ചത് കോസ്റ്റ്ലിയാണ്. എന്നാൽ ഇവിടെ ധാരാളം പേര് ഒരു കൊല്ലത്തിൽ ധാരാളം വെണ്ണപൊരിച്ചിട്ടുണ്ടാവാറുണ്ട്. അതുപോലെ ധന്വന്തരമൂർത്തി മഹാവിഷ്ണു, ആ മഹാവിഷ്ണുവിന് പഞ്ചാരപ്പായസം ധാരാളം പഞ്ചാരപ്പായസം ചീട്ട് വരുന്നുണ്ട്. ഒരു മഹാഗണപതി ഹോമം ഉണ്ടാവാറുണ്ട്. എല്ലാ മാസത്തിലും തിരുവോണ നാളിൽ വാരസദ്യ ഉണ്ടാകാറുണ്ടായിരുന്നു. വിഷ്ണുവിനും കൃഷ്ണനും തുളസിമാലയും പാർത്ഥസാരഥിക്ക് വെണ്ണ ചാർത്തലുമുണ്ട്. ശിവരാത്രി, അഷ്ടമി രോഹിണി, മകരത്തിലെ രോഹിണി, പ്രതിഷ്ഠാദിനം തുടങ്ങിയവയാണ് പ്രധാന ദിവസങ്ങൾ. അതുപോലെ തന്നെ എല്ലാ മാസവും തിരുവോണ നാളിൽ പണ്ട്
എല്ലാ മാസവും തിരുവോണം നാളിൽ ഇവിടെ വാരസദ്യ ഉണ്ടായിരുന്നു, വാരരിക്കലുണ്ടായിരുന്നു. അതുപോലെ വേദമന്ത്രങ്ങളുള്ള മന്ത്രങ്ങൾ നമ്പൂതിരിമാർ ഇവിടെ വന്നിരുന്നു. അവർ വേദങ്ങൾ അതിൻ്റെ ഉള്ളിൽ വന്ന് ഉപദേശിച്ചായിരുന്നു. ഇന്നും ആ കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ആ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇന്ന് ഈ കമ്മിറ്റി ഉണ്ടാവുന്നത്. ഇവിടെ മഹത്തായ ഒരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റി വളരെ നല്ല വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നൊരു കമ്മിറ്റിയാണ്. യാതൊരു തർക്കവുമില്ല. ഇവിടുത്തെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം. ഇവിടുത്തെ ജനങ്ങൾ മുഴുവനും ഇദ്ദേഹത്തിൻ്റെ ഒരൊറ്റ കാര്യം കൊണ്ട് അകമഴിഞ്ഞ് സഹായിക്കുന്നു. ഇന്നും കൂടിയും അങ്ങനെ ഒരു അത്ഭുതങ്ങൾ ഈ ക്ഷേത്രത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് അനുകൂലമായി ഇന്ന് ഒരു സ്ത്രീ വന്നിട്ട് പറഞ്ഞു, ഇപ്പം എന്താ നിങ്ങളുടെ പരിപാടി ഇവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇവിടെ ഇത്ര ലക്ഷം ഉൾപ്പെടെ പണിയുണ്ട്, അപ്പം നാളെ ചെക്ക് തരാമെന്നാണ് സ്ത്രീ പറഞ്ഞത്. അത്രയും ആ മഹാദേവൻ്റെ അത്ഭുതം. അതുപോലെ തന്നെ ശാന്തി കടകണ്ട്, ഈ ക്ഷേത്രത്തിലെ അടിച്ചുതളി ശാന്തി കടകണ്ട്. ആ കടകക്കാരനാണ് ഞാൻ. അതുപോലെ ശാന്തിക്കാർ 2 കുട്ടികളുണ്ട്. അവർ താത്വികന്മാരാണ്. അവർ ഈ ക്ഷേത്രത്തിലെ ആചാരങ്ങൾക്ക് അനുഷ്ഠിക്കുകയാണ് ചെയ്യുന്നത്. അവർ എന്ത് ചെയ്താലും ഈ മഹാദേവന് സംതൃപ്തിയാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അതിലൊരു കുട്ടിയുടെ ഭാര്യയ്ക്ക് പെട്ടെന്ന് അസുഖം വന്ന് മരിച്ചു. ഈ ദേവനെ അദ്ദേഹം പ്രാർത്ഥിച്ചു. ഇന്ന് അദ്ദേഹത്തിന് നല്ലൊരു രീതിയിൽ ഒരു വിവാഹം വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു അത്ഭുതം തന്നെയാണ്. കാരണം അവർ ചെയ്യുന്ന കർമ്മങ്ങൾ വളരെ ഐശ്വര്യപൂർണമായ കർമ്മങ്ങളാണ്. ഈ നാട്ടിന് വേണ്ടി ഈ ക്ഷേത്രം ഉന്നതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൽ ദിവസേന ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് അനുഗ്രഹം തേടി എത്തുന്നത്. ശ്രീ പെരും തൃക്കോവിൽ ക്ഷേത്രം ജാതിമതഭേദമന്യേ വിശ്വസിക്കുന്ന എല്ലാവരും ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന് യഥാവിധി വഴിപാടുകൾ നടത്തുന്നു. വിളിച്ചാൽ വിളിപ്പുറത്തണയുന്ന ദേവന്മാരാണ് ഇവിടെ പ്രതിഷ്ഠയുള്ളത്. ഹരേ കൃഷ്ണ. എൻ്റെ പേര് രത്നമാല ദിവാകരനാണ്. ഞാൻ ഈ അമ്പലത്തിൽ ആക്ച്വലി ഞാൻ കല്യാണം കഴിച്ച് വന്നത് മുളയങ്കാവിലേക്കാണ്. കുട്ടിക്കൃഷ്ണൻ ശങ്കരൻ നായർ മാഷുണ്ടായിരുന്നു, അവരുടെ മരുമകളാണ്. അമ്മ ഞങ്ങളെ അമ്പലത്തിൽ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ എൻ്റെ മക്കളുടെ കല്യാണം കഴിഞ്ഞപ്പോഴും ഞാൻ അവരെ ഈ അമ്പലത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പുലർച്ചെ കാലത്ത് ഈ അമ്പലത്തിൽ വന്നാൽ അവിടുത്തെ ദർശനം എടുക്കുമ്പോൾ അവിടുത്തെ ആ ഒരു ഐശ്വര്യം മനസ്സിന് നല്ലൊരു സമാധാനം തരും. പിന്നെ ഇത് കല്ലുകൊണ്ട് ഉണ്ടാക്കിയ ഒരു പഴയ അമ്പലമാണ്. അപ്പോൾ ആ ഒരു പറഞ്ഞ ഈയിടെ ഉണ്ടാക്കുന്ന അമ്പലമൊക്കെ കോൺക്രീറ്റും ആ ഒരു സ്റ്റൈലിലാണ്. പക്ഷേ ഇതൊരു ട്രഡീഷണൽ അമ്പലമാണ്. അപ്പോൾ ആ അമ്പലത്തിൻ്റെ ഒരു ദർശനം എടുക്കുമ്പോഴത്തെ ഒരു നമ്മളുടെ മനസ്സിനൊരു സമാധാനം, അത് അനുബന്ധിച്ച് കിട്ടുന്ന ഒരു ഐശ്വര്യം പറയുമ്പോൾ അത് പറയാൻ വയ്യാത്തൊരു സ്ഥിതിയാണ്. അതുപോലെ ഈ കമ്മിറ്റിയിലത്തെ ആൾക്കാരായിക്കോട്ടെ, നമ്മൾ അമ്പലത്തിൽ വന്നാലും ഷീറ്റ് ഉണ്ടാക്കുമ്പോൾ എല്ലാവരും സൗമ്യതയിൽ സംസാരിക്കും. അതുകൊണ്ടും ഒരു അടുപ്പം തോന്നും. പിന്നെ ഓരോരോ പരിപാടിയും ഞാനിവിടെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അഖണ്ഡ പൂജ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റേ പ്രതിഷ്ഠാ ദിനമായിക്കോട്ടെ, ഇപ്പോൾ ഈ ഭാഗവത് സപ്താഹം ആയിക്കോട്ടെ, ഞാൻ കണ്ടോടത്തോളം ഭക്തജനങ്ങളിങ്ങനെ നിറഞ്ഞിട്ടിങ്ങനെ വരും. എല്ലാവർക്കും ഒരു വിശ്വാസമാണ്. അതനുബന്ധിച്ചിട്ടാണ് എല്ലാവർക്കും ഇവിടെ വരാനും തോന്നുന്നത്. ഞാൻ മാതൃസമിതിയുടെ ഇവിടുത്തെ പ്രസിഡൻ്റാണ്. അപ്പോൾ മാതൃസമിതി മെമ്പേഴ്സും എന്നോട് പറഞ്ഞത്, ചേച്ചി അതൊരു വ്യത്യസ്തമായ ഒരു ഫീലിംഗ് ആണ് അമ്പലത്തിൽ വരുമ്പോൾ.
അപ്പോൾ അങ്ങനെ എല്ലാവർക്കും അങ്ങനെ ഇവിടെ ഞാൻ കണ്ടിടത്തോളം എല്ലാവർക്കും ഇവിടെ വരാൻ വെൽക്കമാണ്, എല്ലാവർക്കും വരാൻ അവർ സമ്മതിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതും വലിയൊരു സംഗതിയാണ്. That's all I have to tell about this temple. Hare Krishna. Govinda Hare Govinda Hare Govinda Hare Govinda Govinda Hare Govinda Hare Govinda Hare Govinda Govinda Hare Govinda Hare Govinda Hare Govinda സംസാര കള